തമിഴ്നാട്ടിൽ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ വിജയ് ആണ്. രണ്ട് കാര്യങ്ങളാണ്. കരൂരിൽ നടന്ന അപകടം പറ്റി കുറച്ച് ആളുകൾ മരിച്ചു, വലിയ പ്രശ്നമായി, ഒരു രക്തസാക്ഷിത്വത്തിലേക്ക് പോയി വിജയുടെ പാർട്ടി, വെട്രിക്കഴകം പാർട്ടി വേറെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. പക്ഷേ ആ പ്രതിസന്ധിയിൽ നിന്ന് ഉയരാനായിട്ട് അദ്ദേഹം സേലത്ത് പരിപാടി നടത്താൻ തീരുമാനിച്ചു. സംസ്ഥാനം മുഴുവൻ അദ്ദേഹം പരിപാടിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. സേലത്ത് പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോൾ പോലീസ് അനുമതി നിഷേധിച്ചു. അത് ഇപ്പോൾ അവിടെ പറഞ്ഞു കേൾക്കുന്നത് ഈ പോലീസ് ഓഫീസർമാർ വിജയിയുടെ ആളുകളാണ്. കാരണം എന്തിനാണെന്നറിയാമോ? ആ അനുമതി നിഷേധിച്ചതിലൂടെ വിജയിക്ക് പേര് കിട്ടി. ഇനിയിപ്പോൾ വിജയ് കോടതിയിൽ പോവും, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലൊക്കെ പോവും, അവിടെ നിന്ന് അനുവാദം കിട്ടും. പ്രകടനം നടത്താൻ അനുവാദം കിട്ടത്തില്ലയോ, പരിപാടി നടത്താൻ കിട്ടും. അങ്ങനെ വിജയ് ഒന്നുകൂടി വിജയിക്കും. അങ്ങനെ എന്തായാലും അടുത്ത മുഖ്യമന്ത്രി വിജയ് ആകാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. കാരണം കോൺഗ്രസ് വിജയിയെ വിളിക്കുന്നു വരാനായിട്ട്, ഡി എം കെ വിളിക്കുന്നു, വിളിച്ചിട്ടില്ല, ADMK വിളിക്കുന്നു, BJP ശക്തമായിട്ട് വിജയിയുടെ കൂടെ വരാൻ പറയുന്നു, വിജയെ വിളിക്കുന്നു. BJP വിളിച്ചപ്പോൾ വിജയ് പറഞ്ഞത് നവംബർ-ഡിസംബർ മാസങ്ങളിൽ ഈ പരിപാടികളെല്ലാം നടത്തി ആ മരിച്ചുപോയ ആളുകളുടെയൊക്കെ കുടുംബത്തിലൊക്കെ പോയി സഹായമൊക്കെ കൊടുത്ത് ഒന്ന് മെൻ്റലി ഒന്ന് ഫ്രീ ആയതിനു ശേഷം നമുക്ക് ജനുവരിയിൽ BJP മുന്നണിയിലേക്ക് വേണോ, കാരണം ADMK BJP മുന്നണിയിലേക്ക് വേണോ വേണ്ടെന്ന് ജനുവരിയിൽ തീരുമാനിക്കാമെന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് വിജയിയെ വിജയിപ്പിച്ചേ അടങ്ങുള്ളെന്ന് സ്റ്റാലിൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിനാശകാലേ വിപരീത ബുദ്ധി. വിജയിക്ക് ഒരു പരിപാടിക്ക് സ്ഥലം കൊടുത്താൽ, അല്ലെങ്കിൽ 10 പരിപാടിക്ക് സ്ഥലം കൊടുത്താൽ ഒരു പരിപാടി നടത്തെങ്കിൽ പോവും. അതിനേക്കാൾ വലിയ പരിപാടി ഇപ്പുറത്ത് നടത്തിയാൽ മതി. പക്ഷേ ഇതിപ്പോൾ തടയുമ്പോൾ വിജയിക്ക് വീര്യം കൂടും, അദ്ദേഹം കോടതിയിൽ പോകും. അത് സ്വാഭാവികമായിട്ട് ജനങ്ങളെ മനസ്സിൽ വിജയിക്ക് സ്ഥലം കൊടുത്തില്ലെങ്കിൽ അത് വേറൊരു രാഷ്ട്രീയമായിരിക്കും തമിഴ്നാട്ടിൽ വരുന്നത്. അതിലൂടെ വിജയ് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമാണ് തെളിഞ്ഞു വരുന്നത്. കാലം ഓരോരുത്തർക്കും ഓരോ കാവ്യനീതി വെച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിജയിയുടെ സമയം കൊള്ളാം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ ഒരു രക്തസാക്ഷിത്വം വന്നതും അതിനൊക്കെ തന്നെയായിരിക്കും. ഇപ്പോൾ വിജയ് കൂടുതൽ കരുത്തനാകാൻ വേണ്ടി വല്ലാത്ത രീതിയിൽ പരിപാടിയൊക്കെ നടത്തി പോകാതെ വലിയ കരുത്തനാകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കറുത്ത ദിവസം വന്നത്. പക്ഷേ എന്തായാലും വിജയ് വലിയ കരുത്തനായിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം വലിയ രീതിയിലാണ് രാഷ്ട്രീയ രംഗത്ത് വളർന്നു വരുന്നത്. സേലത്തെ പരിപാടി കട്ട് ചെയ്തത് ഒരിക്കലും ശരിയായില്ല. അത് കട്ട് ചെയ്തതിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിജയ് വളരും. വിജയിയുടെ പാർട്ടി ആയിരിക്കും, വെട്രിക്കഴകം പാർട്ടി ആയിരിക്കും ഇനി തമിഴ്നാട്ടിലെ നിർണായകമായ ശക്തിയും. അവർ തീരുമാനിക്കും ആരാണിനി തമിഴ്നാടിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെന്ന്.